2 ലക്ഷം കൊല്ലം ഒരു 5 മാസം കൊണ്ട് തീരുമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് തോന്നുന്നു? ഇതെന്താണ് നമുക്ക് ടൈം ട്രാവലിംഗ്, ടൈം ബെൻഡായി പോയാ എന്താ സംഭവിച്ചു? ഞാൻ ഷിപ്പിന്റെ ഉള്ളിലുള്ള ഒരാൾക്ക് ടൈം സ്ലോ ആവും. അയാളുടെ ക്ലോക്കിൽ 5 മിനിറ്റ് പോയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അയാള് 2.5 മില്യൺ ഇയേഴ്സ് ആയ ആൻഡ്രോമെഡ ഗാലക്സിയിൽ എത്തിയിട്ടുണ്ടാവും. 6 മിനിറ്റിലും കൂടുതൽ സമയം എടുത്ത് ഡിക്കേയാവും. പക്ഷെ ഭൂമിയിലില്ലേ 1000 അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ 1 ലക്ഷം കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. എർത്തിന്റെ ജനനവും മരണവും ഒക്കെ ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു സ്ലൈഡ് ഷോ പോലെ നമുക്ക് കാണാൻ പറ്റുന്ന പറയണം. ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു ടോക്സ് അല്ലെങ്കിൽ മല്ലു കൺസ്പിറസി. പേരൊന്നും സെറ്റ് ആയിട്ടില്ല, എന്നാലും വെൽക്കം ടു മല്ലു നോക്കൌട്ട് ടോക്സ്. നിങ്ങളുടെ മല്ലു നോക്കൌട്ട് MMA ചാനലിന്റെ ഹോസ്റ്റ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് ഓൾറെഡി കുറെ നാളായിട്ട് ഒരു പോഡ്കാസ്റ്റ് ലൈക്ക് MMA സംസാരിച്ചപ്പോ കുറെ പേര് പറഞ്ഞായിരുന്നു ഇതേപോലെ നിങ്ങൾ ബാക്കി എന്തിനെ പറ്റിയൊക്കെ സംസാരിക്കും, ലൈക്ക് വേൾഡ് ഇഷ്യൂസും കൺസ്പിറസി എല്ലാ ഓൾറൗണ്ട് സംസാരിക്കുന്ന ചാനൽ തുടങ്ങാൻ. അപ്പൊ അതുകൊണ്ടല്ല ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായി തുടങ്ങണമെന്ന്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തുടങ്ങിയ ഫസ്റ്റ് വീഡിയോ ആണ് ഗൈസ്. ഇത് നിങ്ങൾ എന്തായാലും ഈ സബ്സ്ക്രൈബ് ചെയ്ത്, കാരണം ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഒരിക്കലും ദോഷമില്ല. കാരണം ഞങ്ങൾ എല്ലാത്തിനെ പറ്റി സംസാരിക്കും. എല്ലാ കാര്യവും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ കാര്യവും, അതിൽ കൺസ്പിറസി തിയറീസ്, കറണ്ട് ഹോട്ട് ഇഷ്യൂസ്, എല്ലാ ലിറ്ററലി സ്പേസ്, ബ്ലാക്ക് ഹോൾസ്, ലൈക്ക് ഈ കേവ്, ലോസ്റ്റ് സിവിലൈസേഷൻ, ഹോണ്ടഡ് സ്റ്റോറീസ്, എല്ലാം ഇതിന്റെ ഇപ്പൊ ഈ ക്വാളിറ്റി ഒന്നും നിങ്ങൾ വിചാരിക്കണ്ടേ. ഞങ്ങൾ ക്വാളിറ്റി സെറ്റപ്പ് ഒക്കെ മാറ്റുന്നതായിരിക്കും ഉടനെ തന്നെ. അപ്പൊ നിങ്ങൾ എന്തായാലും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കും, നിങ്ങൾക്ക് ദോഷം വരാൻ പോണില്ല. പറടാ. നമ്മൾ പല ഇതുപോലെ നമ്മളെ MMA പേജിൽ ആണെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ടാൻജന്റിലോട്ട് ഇങ്ങനെ പോവാറുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കാറുണ്ട്, ശരി ഇത് പറയാൻ വേറെ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പൊ അത് കാരണം നമ്മള് പണ്ട് മുതലേ ഞങ്ങള് MMA സംസാരിക്കുമെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ, റെസ്റ്റ് ഓഫ് ദ വേൾഡ് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെങ്കിലും ഒരുപാട് സംസാരിക്കാറുണ്ട്. അപ്പൊ പിന്നെ വൈ നോട്ട് മല്ലു നോക്കൌട്ട് ടോക്സ്. അപ്പൊ ഗായ്സ്, ഞങ്ങൾ അധികം പിടിച്ച് വലിച്ചു നീട്ടുന്നില്ല, ഞങ്ങൾ ജസ്റ്റ് പറയുകയാണ്. ജസ്റ്റ് ഞാൻ ഒരു കൺസെപ്റ്റ് പറയണേ ഗായ്സ്. 2 ലക്ഷം കൊല്ലം ഒരു കൊല്ലം ടൈം പീരീഡിൽ പോവെന്ന് പറഞ്ഞാൽ നിനക്ക് എന്താ പറയാനുള്ള? എന്താ നിനക്ക് തോന്നണേ കേട്ടിട്ട്? 2 ലക്ഷം ടൈം പീരീഡ് കൊല്ലം 2 ലക്ഷം കൊല്ലം ഒരു 5 മാസം കൊണ്ട് തീരുമെന്ന് പറഞ്ഞാൽ നിനക്ക് എന്ത് തോന്നുന്നു? നിന്റെ കാഴ്ചപ്പാട് എന്താ തോന്നണ? മറ്റേ ആദ്യം വരുന്നത് ഇതെന്താണ് നമുക്ക് ടൈം ട്രാവലിംഗ്, എന്താ അതാണ് ടൈം ബെൻഡായി പോയാ എന്താ സംഭവിച്ചു? ഗൈസ്, ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ പോണ ജസ്റ്റ് ടോപ്പിക്ക് ടൈം ഡയലേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പൊ ടൈം ഡയലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണത് ഗൈസ്? ബേസിക് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ എർത്തിൽ നിന്ന് ഒരു സ്പേസ് ഷിപ്പ് 99.9% ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റിൽ ട്രാവൽ ചെയ്തെന്ന് വെച്ചോ. ഹൈപ്പോത്തറ്റിക്കലി ഇമാജിൻ ചെയ്യും. ഇപ്പൊ 99.9% ഓഫ് സ്പീഡില് ഒരു സ്പേസ് ഷിപ്പ് ട്രാവൽ ചെയ്യണമെങ്കിൽ ഈ സ്പേസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ലൈറ്റ് ഇയേഴ്സ് അറിയാന്ന് വിശ്വസിക്കുന്നു. കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും സ്പേസിനെ പറ്റി അറിയാവുന്നവർക്ക് ലൈറ്റ് ഇയേഴ്സ് എന്താണെന്ന് മനസ്സിലാവും. കാരണം 1 വർഷം ലൈറ്റ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ദൂരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, 1 കൊല്ലം കൊണ്ട് ലൈറ്റ് അത്രയും ദൂരം പോകും. 1 മില്യൺ ലൈറ്റ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 1 മില്യൺ ഇയേഴ്സ് ലൈറ്റ് പോകുന്ന ദൂരം. അപ്പൊ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോ നമ്മ ഒരു സ്പേസ് ഷിപ്പ് 1 മില്യൺ ലൈറ്റ് ഇയേഴ്സ് അകലെയുള്ള എന്ന് വെച്ചാൽ അങ്ങനെ ഏറ്റവും വലിയ എക്സാമ്പിൾ പറയാം. ഏറ്റവും അടുത്തുള്ളത് ആൻഡ്രോമെഡ ഗാലക്സിയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള മിൽക്കി ഗാലക്സിയിലുള്ള നമ്മുടെ ഏറ്റവും തൊട്ടടുത്തുള്ളതാണ് ആൻഡ്രോമെഡ ഗാലക്സി. ആൻഡ്രോമെഡ ഗാലക്സിയിലോട്ട് 4 മില്യൺ ലൈറ്റ് ഇയേഴ്സ്, 4.25 മില്യൺ ലൈറ്റ് ഇയേഴ്സ് ആയിട്ട് ദൂരമുണ്ട് ആ ഗാലക്സി. അതിലോട്ട് ഞാൻ ഒരു സ്പേസ് ഷിപ്പ് ലൈറ്റിന്റെ 99.9% സ്പീഡിൽ വിട്ട്. അപ്പൊ ഇതില് വിറ്റ് എന്താന്ന് വെച്ചാ ഇല്ലേ ഗൈസ്, ഞാൻ സ്പേസ് ഷിപ്പിന്റെ പുറത്തുള്ള ഒരാൾക്ക് 4.25 മില്യൺ ലൈറ്റ് ഇയേഴ്സിൽ എത്താൻ വേണ്ടി 4.25 മില്യൺ ഇയേഴ്സ് വേണ്ടി വരും. അതെ. അപ്പൊ അത് നമ്മളെ കുറിച്ച് ആഘോഷിക്കുമ്പോ എടാ ഒരു ഡൗട്ട് എനിക്കാണ് ഉണ്ടാക്കിച്ചു. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തേ. 4.25 ലൈറ്റ് ഇയേഴ്സ് ആണ് ഡിസ്റ്റൻസ് ടു ആൻഡ്രോമെഡ ഗാലക്സി. 2.5 മില്യൺ ലൈറ്റ് ഇയേഴ്സ്. അപ്പൊ 2.5 മില്യൺ ലൈറ്റ് ഇയേഴ്സ് അകലെയാണ് ആൻഡ്രോമെഡ ഗാലക്സി. അപ്പൊ അത്രയും ദൂരത്തേക്ക് ഞാൻ എന്റെ ജേർണി ചെയ്ത്. അപ്പൊ പുറത്ത് ആ ഷിപ്പ് ഇവിടെ നിന്ന് അവിടെ എത്താനായിട്ട് 2.5 മില്യൺ ഇയേഴ്സ് എടുക്കും ഈ എർത്തില്. പക്ഷേ ആ ഷിപ്പിന്റെ ഉള്ളിലുള്ള ഒരു ക്ലോക്ക്
അല്ലെങ്കിൽ ആ ഷിപ്പിന്റെ ഉള്ളിലുള്ള ഒരാൾക്ക് ടൈം സ്ലോ ആവും. ഇത് പ്രൂവണാണ്. ഇത് ഐൻസ്റ്റൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത തിയറിയാണ് ടൈം റിലേറ്റിവിറ്റി. ടൈം സ്ലോ എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണോട്ടാ. ഞാനില്ലേ 5 മിനിറ്റ് ആ ഷിപ്പിന്റെ ഉള്ളിലുള്ള ആൾക്ക് സമയം പോയിട്ടുണ്ടാവുള്ളൂ. അയാളുടെ ക്ലോക്കിൽ 5 മിനിറ്റ് പോയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അയാള് 2.5 മില്യൺ ഇയേഴ്സ് ആയ ആൻഡ്രോമെഡ ഗാലക്സിയിൽ എത്തിയിട്ടുണ്ടാവും. എന്ത് തോന്നുന്നു നിനക്ക്? ഇതിന്റെ വേറൊരു ചെറിയൊരു ബേസിക് ഒരു കുഞ്ഞ് എക്സാമ്പിൾ വേറൊരു സാധനം കൂടി ഉണ്ട് കേട്ടാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഉണ്ട്, ഒരു ടൈപ്പ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് 6 മിനിറ്റ് കൊണ്ട് ഡീക്കേ ആവുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. അത് ഒരു ചെറിയൊരു പാർട്ടിക്കിൾ ആക്സിലറോമീറ്റർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിന്റെ അകത്തിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ അപ്പൊ സാധാരണ എന്താണ് 6 മിനിറ്റ് എടുക്കും. പക്ഷെ ഇത് ഒരു കുറച്ചും കൂടി സ്പീഡിൽ ഇതിനിട്ട് ഓടിച്ചു. അപ്പൊ എന്താ സംഭവിച്ചെന്നറിയോ? 6 മിനിറ്റിലും കൂടുതൽ സമയം എടുത്ത് ഡീക്കേ ആവാൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഈ ടൈം റിലേറ്റിവിറ്റി ആണ്. അല്ലടാ, നീ പറഞ്ഞതാണ് 6 സെക്കൻഡ് ജീവിക്കുന്ന സാധനം 6 മിനിറ്റ് ജീവിച്ചെന്ന. 6 മിനിറ്റ് ആണ് അത് ഡീക്കേ ആവാൻ എടുക്കുന്ന സമയം. പക്ഷെ ഈ ആക്സിലറോമീറ്ററിൽ ഇട്ടത് കൊണ്ട് ഈ 6 മിനിറ്റ് കൂടുതൽ നേരം അത് ഡീക്കേ ആവാനുണ്ട്. കാരണം ആക്സിലറോമീറ്റർ 99.9% ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ട്രാവൽ ചെയ്ത്. അപ്പൊ ഇതിന്റെ പ്രൂഫാണ് അവിടെ വന്നത്. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ ഒരു സ്പേസ് ഷിപ്പിൽ കയറിയിട്ട് ഞാൻ 99.959 സ്പീഡ് ഓഫ് ലൈറ്റിൽ പോയി. ഞാൻ ആ സ്പേസ് ഷിപ്പിന്റെ ഉള്ളില് 1 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന്. പക്ഷെ ഭൂമിയിലില്ലേ 1000 അല്ലെങ്കിൽ 10000 അല്ലെങ്കിൽ 1,00,000 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. അതെ, അതാണ് സ്പീഡ് ഓഫ് ലൈറ്റിന്റെ പ്രത്യേകത. സ്പീഡ് ഓഫ് ലൈറ്റിൽ ഒരു സാധനം ട്രാവൽ ചെയ്താൽ അതിന്റെ ഉള്ളിലുള്ളത് റിലേറ്റീവ്ലി സ്ലോ ആവും. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള എനിക്ക് സ്ലോ ആയെന്ന് ഫീൽ ചെയ്യുമില്ല, പുറത്തുള്ള ആൾക്കാർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇതാണ് മാജിക് ഓഫ് ടൈം എന്ന് പറയും ഗൈസ്. നീൽ ഡിഗ്രാസ് ടൈസൺ പറഞ്ഞ സംഭവമാണ്. ഇപ്പൊ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണത്. ഇപ്പൊ സ്പേസ് ഷിപ്പ് ഒരു നിയർ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പേസ് ഷിപ്പ്. അപ്പൊ നമുക്ക് ഇപ്പൊ ദൂരെ എർത്ത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുക. എർത്തിനെ നമ്മൾ ദൂരെ നോക്കലാണ്. എർത്തിനെ നോക്കുമ്പോ നമുക്ക് ഒരു പ്രത്യേകതരം ഒരു ഫീൽ ആയിരിക്കും. കാരണം എന്താ പറഞ്ഞാൽ എർത്തിന്റെ ജനനവും മരണവും ഒരു സ്ലൈഡ് ഷോ പോലെ പാസ് ചെയ്ത് അങ്ങോട്ട് പോകുന്ന പറയണം. അത്രയും അതാണ് ആ സ്പീഡ് ഓഫ് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോ ഉണ്ടാവുന്ന എഫക്റ്റുകളാണ് ഇതൊക്കെ. ഇത് എന്താണ് ഇങ്ങനെ സ്പീഡ് ഓഫ് ലൈറ്റ് കാര്യം? കാരണം ഇതിന്റെ ലോ എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം. സ്പീഡ് ഓഫ് ലൈറ്റിൽ ട്രാവൽ ചെയ്താൽ ടൈമും സാധാരണ പോലെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ലോ തോപ്പിക്കും. കാരണം സ്പീഡ് ഓഫ് ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ഒരു ബുള്ളറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബുള്ളറ്റ് ഒരിക്കലും സാധാരണ ബുള്ളറ്റിന്റെ സ്പീഡിൽ പോകില്ല. ഫിസിക്സിന്റെ ലോ അനുസരിച്ച് സ്പീഡ് ഓഫ് ലൈറ്റിനെ ഒരിക്കലും. അപ്പൊ നിങ്ങൾ അറിയിച്ചിരിക്കും സ്പീഡ് ഓഫ് ലൈറ്റിൽ 99.9% സ്പീഡ് ഓഫ് ലൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്പേസ് ഷിപ്പിന്റെ ഫ്രണ്ടിലെ ജനലിൽ പോയിട്ട് ഞാനൊരു ബുള്ളറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നണുണ്ട് ഇവിടത്തെ പോലെ ബുള്ളറ്റ് സ്പീഡിൽ പോകുന്നില്ല. ബുള്ളറ്റ് ഇങ്ങനെ സ്ലോയിലേ പോകുള്ളൂ. കാരണം ആ ഒരു മാസമുള്ള ഒബ്ജക്റ്റ് സ്പീഡ് ഓഫ് ലൈറ്റ് വെട്ടിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അതേപോലെ ടൈം ഉള്ളിൽ റിലേറ്റീവ് ആയിട്ട് സ്ലോ ആവും. ഇതിനെപ്പറ്റി വലിയ രീതിയിലൊന്നും പറയാനുള്ള അറിവൊന്നും ഇല്ല നീൽ ഡെഗ്രേസിനെ പോലെ. കാരണം ഞാൻ മെക്കായിരുന്നു, ഇവൻ കമ്പ്യൂട്ടർ ആയിരുന്നു. അപ്പൊ ആസ്ട്രോളജി ആയിട്ട് ഒരു ബന്ധമില്ല. പക്ഷെ ഞങ്ങൾ ഇത് കുറെ നാളായിട്ട് റിസർച്ച് നടത്തി ഇതേപോലെ എല്ലാ ടോപ്പിക്കുകളും നല്ല രീതിയിൽ റിസർച്ച് നടത്തിയിട്ടേ പറയുള്ളൂ. അപ്പൊ ഗായ്സ്, ഞങ്ങൾ ഒന്നുകൂടി പറയണേ, ഇതിപ്പോ ജസ്റ്റ് പറഞ്ഞ സ്പേസ് ആണ്. ഇത് സ്പേസ് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ കാര്യം, ഹോണ്ടഡ് എക്സ്പീരിയൻസ്, കൺസ്പിറസി തിയറീസ്, ലോസ്റ്റ് സിവിലൈസേഷൻ, ബ്ലാക്ക് ഹോൾസ്, പിന്നെ ചാമ്പ്യൻസ് ലീഗിനൊക്കെ റൊണാൾഡോ. പിന്നെ ഇവൻ ട്രേഡിംഗ് എക്സ്പെർട്ട് ആണ്. അപ്പൊ ഇവന്റെ ട്രേഡിങ് എല്ലാത്തിനെ പറ്റിയും ഇനി ഒരു ലിമിറ്റും ഇല്ല. എല്ലാ കൺസ്പിറസി എന്നൊക്കെ പറഞ്ഞാൽ സീനായിരിക്കോട്ടെ, എല്ലാ സാധനവും ഞങ്ങൾ ഇറക്കണതാണ്. അപ്പൊ നിങ്ങൾ ഒന്നും നോക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്തോ, നിങ്ങൾക്ക് നഷ്ടമില്ല. ജസ്റ്റ് ഹൈയൊക്കെ ആൾക്കാരാണെങ്കിൽ ഹൈയൊക്കെ ആയിട്ട് ഞങ്ങളുടെ വീഡിയോ കൊണ്ട് അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു. അപ്പൊ വെറുതെ പറയുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോസിലായിട്ട് അടുത്ത ടോപ്പിക്കായിട്ട് വരാമെന്നാണ്. ഞങ്ങളുടെ ചാനലിന്റെ പേര് മിക്കവാറും മല്ലു ടോക്സ് ആയിരിക്കുള്ളൂ. മല്ലു നോക്കൗട്ട് ടോക്സ് അല്ലെങ്കിൽ മല്ലു കൺസ്പിറസി ടോക്സ്, അതേതെങ്കിലും ഒന്നായിരിക്കും. അപ്പൊ ഓക്കെ, എന്ത് പറയാനുള്ള അവസാനമായിട്ട് പറയാനുള്ള പറഞ്ഞു. എനിക്ക് വേറെ പറയാനുള്ളത് കഴിഞ്ഞാൽ എന്തെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക്സ് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റിലിട്ടേക്ക്. അപ്പൊ നമുക്ക് ഓക്കെയാണ്, നമുക്ക് ഇൻട്രസ്റ്റ്. കാരണം ഈ വീഡിയോക്ക് 10 വ്യൂസും
എന്റെ ഒരു കമന്റുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ വലിയ കുഴപ്പമില്ല. അതായത് എനിക്ക് പറ്റുമെങ്കിൽ കമന്റ് എന്ത് ടോപ്പിക്കിനെ പറ്റി കമന്റ് ചെയ്തോളൂ, ഞങ്ങൾ അതിനെപ്പറ്റി വീഡിയോസ് റിസർച്ച് നടത്തി ഞങ്ങളുടെ രീതിയിൽ പറയുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾ ഒരിക്കലും ഇത് ഇത് അഹങ്കാരം കൊണ്ട് പറഞ്ഞേ, MMA കുറിച്ച് എനിക്ക് കുറച്ച് അറിയാം, എനിക്ക് കുറച്ച് അഹങ്കാരമുണ്ട്. അപ്പൊ അതിലെന്തോ അറിയാവുന്ന അവരോട് പറഞ്ഞിരിക്കാൻ പറ്റുമാരായിട്ടും. പക്ഷെ ഇതിലൊന്നും എക്സ്പേർട്ട് അല്ല. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെ തിരുത്താവുന്നതും ഇവന്റെ തന്തക്ക് വിളിക്കാവുന്നതുമാണ്. ഒരു കുഴപ്പവും ഇല്ല. നിങ്ങൾ വിളിച്ചോളൂ. കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഫുൾ ഫ്രീഡം തന്നിരിക്കുന്നു. അതെ, വിളിയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ബൈ. പോണ് അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരെയും ബൈ. ചാവ്.